കാടുണ്ടായിരുന്നു. തീമഴ പെയ്ത് കാടിന് തീ പിടിച്ചു. തീക്കാട് പിന്നെ ചാരക്കാടായി. അത് പിന്നെ ഒരു ചുടുകാടായി മാറി. പാവങ്ങളുടെ ചുടുരക്തം കുടിക്കുന്ന നിർദ്ദയരായ ഭൂതങ്ങൾ, സൃഷ്ടാവിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ, വിശ്വാസം നഷ്ടപ്പെട്ട നിർഭാഗ്യവാന്മാർ. വിധിയുടെ ചങ്ങല മുറിച്ച് വിധിയുടെ ചങ്ങല മുറിച്ച് നെഞ്ചു വിരിച്ച അഭിമാനപൂർവം തല ഉയർത്തിയ നിമിഷം മഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം. അവന്റെ പാദങ്ങളുടെ വലിപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ഇടതു വലതു വെട്ടി വെന്നി നേടി ഉലകിനെ രക്ഷിക്കാൻ ഒരു അഗ്നിശൈലത്തിന് അവൾ ജന്മം നൽകി. ആരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികളെവിടെ? കാലനവെന്ന മൃത്യുഞ്ജയനെവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ അശാന്തിയുടെ മേൽ ഇളങ്കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ, ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ, മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികനെവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികനെവിടെ? പിന്നെ അവൻ എന്ത് സംഭവിച്ചു? ബാംഗ്ലൂരിൽ നീ എനിക്കൊരു ചെറിയ കാര്യം ചെയ്തു തരണം. ഒരാനയെ നീ കൊല്ലണം. അത് ചെയ്തു തന്നാൽ ഈ ബോംബെ മുഴുവൻ നിന്റേതാണ്. എന്റെ എൽഡൊറാഡോ സ്വപ്നങ്ങൾ ഒരു വഴിത്തിരിവ്. ബാംഗ്ലൂർ പുറപ്പെട്ടു. പക്ഷെ പോകുന്ന വഴിയേതെന്ന് അവനറിയില്ല. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. അതിന്റെ അമാനുഷിക ചരിത്രത്തെപ്പറ്റിയും അവൻ അറിവുണ്ടായിരുന്നില്ല. മരണത്തെ ഭയമില്ലാത്തവൻ അതൊന്നും ഒരു പ്രശ്നമല്ല. മരണത്തെ തോൽപ്പിച്ച സുൽത്താനെ പോലെ ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകൾ. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. Powerful people comes from powerful places. അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. Here is a man who comes from that powerful place. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും.